ആരോടെങ്കിലും പലിശയ്ക്ക് കുറച്ച് കാശ് വയലോരം വീടിന്റെ ജപ്തി ഒഴിവാക്കാൻ ബാലൻ പല വഴികളും ആലോചിക്കുന്നു. മാലയും വളയും കമ്മലും ഒക്കെ ആയിട്ട് ഒരു 10 പവന്റെ സ്വർണം എനിക്കില്ലേ, അതങ്ങ് വിൽക്കാം. എന്റെ ചെക്കൻ ഇവിടെ ടെൻഷൻ അടിച്ചിരിക്കുന്നത് എനിക്ക് സഹിക്കൂ. എന്റെ പൊന്നെ, ഇതിന് പകരമായിട്ട് രവിയേട്ടൻ എന്താ തരാ? എന്നാൽ ഈ അവസരം മുതലെടുക്കാൻ തീരുമാനിച്ച് മതികല 5 ലക്ഷം രൂപ രവിക്ക് നൽകുന്നു. ഇന്ന് സീതയുടെ സ്ട്രിക്റ്റ് ആയിട്ടൊന്ന് വോൺ ചെയ്യണം. മേലിൽ രവിയേട്ടന്റെ കാര്യങ്ങളിൽ ഇടപെടരുതെന്നും പറഞ്ഞു. പക്ഷേ രവി 75,000 രൂപ മാത്രം ബാലിന് നൽകി ബാധ്യതയിൽ നിന്ന് ഒഴിഞ്ഞു മാറുന്നു. ലോൺ അടയ്ക്കാനുള്ള എന്റെ ഷെയറോ? ആ, അച്ഛൻ മക്കൾക്ക് വേണ്ടി കാശ് ചിലവാക്കിക്കൊണ്ടാ ലോൺ അടയ്ക്കാൻ പറ്റാതെ പോയതെന്നല്ലേ അമ്മ പറഞ്ഞത്. ഇതെന്റെ വിഹിതം. കുറച്ച് കാശ് തന്ന് എന്നെ ഒന്ന് സഹായിക്കാൻ പറ്റുമോ? ഒരു 3 മാസത്തിനുള്ളിൽ തിരിച്ചു തരാം. സോറി ബാലൻ. രവിയുടെ മനം മാറ്റത്തിൽ മനസ്സ് നൊന്ത ശാരദയ്ക്ക് നിസ്സഹായനായ ബാലനെ ഒന്ന് സഹായിക്കാൻ പോലും കഴിഞ്ഞില്ല. തുടർന്ന് കാണുക. ഇനി വേണോ? സിജൻ പോയോ അമ്മേ? മനസ്സിന് ഓടാൻ പോയി. ഓടാനല്ല, ഓട്ടത്തിന്, വണ്ടിയും കൊണ്ട്. അല്ല, രവി ഏതാണ്ട് കാശ് നിന്നെ ഏൽപ്പിച്ചെന്ന് പറഞ്ഞല്ലോ ബാല. ആ, കടം വീട്ടാൻ അവന്റെ വിഹിതം എന്ന് പറഞ്ഞ് ഒരു 75,000 രൂപ തന്നിട്ടുണ്ട്. ആട്ടെ, നിന്ന നിൽപ്പിൽ അവൻ അത്രയും തന്നല്ലോ. കലമോളിയുടെ വീട്ടിൽ നിന്ന് കൊടുത്തതായിരിക്കും. ഇന്നലെ വൈകിട്ട് അവര് പോയില്ലായിരുന്നു. ആ, അതിനും വേണം ഒരു യോഗം. ഇരുന്നുണ്ണാനേ. മെയ്യനങ്ങാതെ അങ്ങനെ ഇരുന്നുണ്ടെന്നത് അത്ര നല്ലതല്ല, വല്ല അസുഖം പിടിക്കും. ഇരിക്കും മക്കളെ. ഓ, ഇന്നും ഇടിയപ്പാണോ? മിനിഞ്ഞാന്നും ഇത് തന്നെയല്ലായിരുന്നോ? മതിക്ക് ബ്രേക്ക്ഫാസ്റ്റിന് വെറൈറ്റി നിർബന്ധ. അമ്മയൊന്ന് പരിഗണിക്കണേ. മോള് പറഞ്ഞാ മതി നാളെ എന്താ വേണ്ടതെന്ന്, അമ്മയുണ്ടാക്കി തരാം. നാളെ പാലപ്പം മതിയേ. കടലക്കളിയും. കടലക്കളി അല്ലടി, കടലക്കറി. കടലക്കറി. ആ പാലട്ടാ, വീട്ടാനുള്ള കടത്തിന്റെ കൃത്യം 3/1 ഞാൻ തരും. അങ്ങനെ നോക്കുമ്പോ ഒരു 50,000 രൂപ കൂടെ ഞാൻ തരേണ്ടി വരും. അത് ലോൺ ക്ലോസ് ചെയ്യാൻ നേരം തരും. നീ എന്താണ് ഒരുമാതിരി വെറുതെക്കാരെ പോലെ സംസാരിക്കുന്നത്? എന്റേത് നിന്റേത് എന്തെങ്കിലും വ്യത്യാസം ഈ വീട്ടിലുണ്ടായിട്ടുണ്ടോ? ബന്ധങ്ങളൊക്കെ പറയാൻ നല്ലതാ ബാലേട്ട. ചേട്ടൻ, അനിയൻ, അച്ഛൻ, മകൻ. പക്ഷേ കാശിന്റെ കാര്യം വരുമ്പം പ്രശ്നമാണ്. ബന്ധങ്ങളും കാശും തമ്മിൽ കൂട്ടിക്കുഴയ്ക്കാനേ പാടില്ല. കറൻസി നോട്ടിന് ബ്ലേഡിനേക്കാൾ മൂർച്ചയുണ്ടെന്ന് എനിക്കറിയാമടാ. ഏത് ബന്ധത്തെ അത് മുറിക്കുമെന്ന്. ആ, അത് തന്നെയാ ഞാൻ പറഞ്ഞത്. പണവും ബന്ധവും തമ്മിൽ കൂട്ടിക്കുഴയ്ക്കരുതെന്ന്. നീ പേടിക്കണ്ടടാ. നിന്നോട് ഞാൻ ഇനി ഒരു കാര്യത്തിന് സഹായം ചോദിക്കത്തില്ല. ചോദിച്ചാലും ഉണ്ടേലല്ലേ തരാൻ പറ്റൂ. എന്തിനാടാ ആവശ്യമില്ലാതെ രണ്ടുപേരും സംസാരിച്ചോണ്ടിരിക്കുന്നത്? കഴിച്ചിട്ട് അവനവന്റെ ജോലി നോക്കി പോവാൻ നോക്ക്. രവിയേട്ടാ, ഞാൻ എണീക്കുക. എന്തൊരു കറിയാ ഇത്? ആ പിന്നെ, സീതേടത്തോട് എനിക്കൊരു കാര്യം പറയാനുണ്ട്. എന്താ രവി? മേലിൽ സീതേടത്തി എന്റെ വ്യക്തിപരമായ കാര്യങ്ങളിൽ ഇടപെടരുത്. അതിന് എന്റെ ഭാര്യയ്ക്ക് മാത്രമേ അവകാശമുള്ളൂ. നിന്റെ എന്ത് വ്യക്തിപരമായ കാര്യത്തിലാ സീതമോൾ ഇടപെട്ടത്? എന്താ രവിയേട്ടാ, എന്താ പ്രശ്നം? സീതേടത്തി രാവിലെ എന്നോട് ചോദിക്കുക, എന്തിനാ എന്നും എറണാകുളത്ത് പോയി നിൽക്കുന്നേ, എന്നും ഇവിടെ നിന്ന് പോയി വന്നൂടെ എന്ന്. അതൊക്കെ എന്റെ സൗകര്യമല്ലേ? അതെ, രവിയേട്ടൻ ചിലപ്പോ ചൊവ്വയിൽ ഓഫീസ് ഇട്ടിരിക്കും. അതിന് സീതേടത്തിക്ക് എന്താ? ബാലേട്ടനെ പോലെ രവിയേട്ടന് ഇവിടെ കടയിട്ടിരിക്കാൻ പറ്റൂ? അയ്യോ രവി, കലെ, ഞാനൊന്നും ഉദ്ദേശിച്ചല്ല. ഒരു നല്ല ഉപദേശം എന്നുള്ള രീതിയിലാ ഞാൻ. എടി, അയ്യോ, തൃപ്തിയായില്ലേടി നിനക്ക്? ഒരു ഉപദേശം വന്നേക്കുന്നു. ബാല, നീ എന്താ ചെയ്തത്? അതിന് മാത്രം എന്താ ഇവിടെ ഉണ്ടായത്? രവിയേട്ടാ, കാഴ്ച കണ്ടിരിക്കാതെ വരാൻ നോക്ക്. ചെന്നിട്ട് കോൺഫിഡൻസ് ഉള്ളതല്ലേ? സീതക്കൊച്ചിനെ തല്ലേണ്ട കാര്യമൊന്നുമില്ലായിരുന്നു. ഇത് ഞാൻ പറഞ്ഞതിന്റെ പേരിലൊന്നും അല്ലമ്മേ, ചുമ്മാ ഷോ.
രാവിലെ ചോദിച്ച കാശ് കൊടുക്കാത്തതിന്റെ അരിശുവാ. പിന്നെ നിന്റെ കാശ് കൊണ്ടല്ലേ ബാലൻ കഴിയുന്നത്. ഒന്ന് പോടാ. ഓരോരുത്തരുടെയും നിറവും ഭാവം മാറുന്നതേ നമുക്ക് പെട്ടെന്ന് പിടികിട്ടുമല്ലോ. രവി നിർത്തിയേക്ക്. ആ കുഞ്ഞേട്ടാ കുഞ്ഞേട്ടാ, എനിക്ക് ഒരു കാര്യം പറയാനുണ്ട്. ഓടുന്നു കുഞ്ഞേട്ടൻ. ആ പിന്നെ വല്യേട്ടനോട് പറയാം. അല്ലേട്ടാ അല്ലേട്ടാ, ഞാനേ ഒരു കാര്യം പറയാം. ഒന്ന് പോയേ കുട്ടിമണി. മനുഷ്യനോട് പ്രാന്തെടുത്ത് നിൽക്കുമ്പോഴാ അവർക്ക് കളിയും തമാശയും. ആർക്കും എന്നോട് ഇഷ്ടമല്ല, ആർക്കും ഇല്ല ഇഷ്ടം. അല്ല പിന്നെ മനുഷ്യന് ക്ഷമയ്ക്കൊരു പരിധിയില്ലേ? രവിയേട്ടൻ ആ കയ്യും തന്നെ. ആ കയ്യൊന്ന് താ രവിയേട്ടാ. ഇപ്പോഴാ എന്റെ ഭർത്താവ് ഒരാണായിട്ട് മാറിയത്. എന്താ മതി? ഹോ, എന്തൊരു പെർഫോമൻസ് ആയിരുന്നു. ഈ ഞാൻ പോലും പേടിച്ചു പോയില്ലേ. എന്തായാലും ഞാൻ ഇത്രയും പ്രതീക്ഷിച്ചില്ല കേട്ടോ. ശരിക്കും ശരിക്കും രവിയേട്ടൻ ശരിക്കും ഒരു പുലി തന്നെ. വെറും പുലിയല്ല, ഒരു സിംഹം. ഒന്ന് പോടാ പൊന്നെ. സത്യം രവിയേട്ടാ, അമ്മ പോലും പേടിച്ചു പോയില്ലേ. നല്ല ബോൾഡ് ആയിട്ടുള്ള മക്കൾ അങ്ങനെ വേണം രവിയേട്ടാ. അപ്പനമ്മമാരെ വിരട്ടി നിർത്തണം. ഞാൻ എന്റെ അച്ഛനെ അമ്മയെ വിരട്ടി നിർത്തുന്നത് രവിയേട്ടൻ കാണുന്നതല്ലേ. രവിയേട്ടൻ ഒരു കാര്യം ശ്രദ്ധിച്ചായിരുന്നോ? എന്ത്? സീതേടത്തിയുടെ മുഖം. അവരുടെ ഉള്ളിലിരിപ്പ് നമ്മൾ പിടിച്ചെടുത്തതിന്റെ മുഴുവൻ ചമ്മലും ഉണ്ടായിരുന്നു ആ മുഖത്ത്. ആണോ? പിന്നല്ലാതെ. ഞാൻ ശ്രദ്ധിച്ചോണ്ട് നിന്നത് ആ ഒരൊറ്റ കാര്യമാ. ആ പിന്നെ രവിയേട്ടൻ വേറൊരു കാര്യം കൂടി ശ്രദ്ധിച്ചായിരുന്നോ? പൂച്ച പോലെ ഇരുന്ന ബാലേട്ടൻ പുലി പോലെയാ ചാടിയത്. ആ അത് ഞാൻ ശ്രദ്ധിച്ചു. അതിനപ്പത്തന്നെ മറുപടിയും കൊടുത്തല്ലോ, കാശ് കൊടുക്കാത്തതിന്റെ കൊതിക്കുറവാണെന്ന്. എന്റെ പാവൻ രവിയേട്ടനോട് എല്ലാവർക്കും അങ്ങ് അസൂയ. ഇവിടെ ഏറ്റവും പഠിപ്പുള്ള ആളും സൗന്ദര്യമുള്ള ആളും ഒക്കെ രവിയേട്ടനല്ലേ. പോരാത്തതിന് ഇപ്പൊ നമുക്ക് പണവും ഉണ്ട്. എത്ര വലിയ രക്തബന്ധമാണെന്ന് പറഞ്ഞാലും ഇതൊക്കെ ആർക്കെങ്കിലും സഹിക്കൂ രവിയേട്ടൻ? എനിക്കറിയാം എല്ലാവരെയും. രവിയേട്ടൻ ഒന്നുകൊണ്ടും തളരണ്ട. കാശിനോടും കാര്യത്തോടും അടുക്കുമ്പോ ഈ പറയുന്ന ബന്ധങ്ങളൊന്നുമില്ല രവിയേട്ടൻ. രവിയേട്ടൻ ഇപ്പൊ ഈ നിന്നതുപോലെ നിവർന്നങ്ങ് നിന്നാ മതി. ഇവിടെ രവിയേട്ടന്റേതായിരിക്കണം ഏറ്റവും വലിയ ശബ്ദം. അമ്മയും അപ്പച്ചിയും ബാലേട്ടനും ഉൾപ്പെടെ എല്ലാവരും രവിയേട്ടനെ അനുസരിക്കുകയും വേണം. അല്ല, രവിയേട്ടന് അതിനുള്ള കഴിവൊക്കെ ഉണ്ട്. ബാലേട്ടൻ ഇറങ്ങാറായല്ലേ? ഇന്നലത്തെ കണക്കൊക്കെ ഞാൻ ബുക്കിൽ കോളം തിരിച്ച് എഴുതി വെച്ചിട്ടുണ്ട്. പിന്നെ ബാലേട്ട, ഉച്ചക്കലത്തേക്ക് വാഴക്കൂമ്പ് തോരൻ മതിയാവോ? അതോ മുരിങ്ങപ്പൂ ആയാലോ? ഞാനേ മുരിങ്ങപ്പൂ എടുത്തു വെച്ചിട്ടുണ്ട്. മുരിങ്ങപ്പൂവും മുട്ടയും ചേർത്തൊരു തോരനുണ്ട്. വേവിച്ച പരിപ്പോ വറുത്ത അരിയോ എന്തെങ്കിലും കൂടി ചേർക്കണം. നല്ല രുചിയാ, ബാലേട്ടന് ഇഷ്ടപ്പെടും. തനിക്ക് ഒരുപാട് നൊന്തായിരുന്നു.
ഇതൊന്നും ഒരു വേദനയല്ലല്ലോ ബാലേട്ട. സോറി, ഞാൻ അന്നേരത്തെ ദേഷ്യത്തിന്. ഏയ് അരുത് ബാലേട്ട, എന്നോട് സോറി ഒന്നും പറയല്ലേ. ഞാൻ ഒന്നും ഉദ്ദേശിച്ചല്ല ബാലേട്ട രവിയോട് അങ്ങനെ. എനിക്കറിയാമടോ തന്നെ. പക്ഷേ അവരൊക്കെ വലിയ വലിയ ആൾക്കാരാ, പണമുള്ളവര്, സമൂഹത്തിൽ മുന്തിയ സ്ഥാനത്തിരിക്കുന്നവര്. കാര്യം രവി എൻ്റെ അനിയനാ, എന്നാലും അവനും ഇപ്പോൾ ഒരുപാട് ഉയരത്തിലാ. വലിയ വലിയ ആൾക്കാരുടെ ജീവിതത്തിലേക്കൊന്നും താൻ ശ്രദ്ധിക്കാൻ പോകണ്ട. കുറെ കടവും പ്രാരാബ്ദങ്ങളും ഒക്കെയുള്ള, വലിയ വിദ്യാഭ്യാസവും സൗന്ദര്യവും ഒന്നുമില്ലാത്ത ഈ സാധാരണക്കാരനായ ബാലേന്ദ്രനെ ചുറ്റിപ്പറ്റിയ തൻ്റെ ജീവിതം. അതങ്ങനെ മതി. നമുക്കേ പഠിച്ചാവേ. എനിക്ക് ഇന്ന് മിടുക്കിയാവണം. വല്യച്ചിക്ക് വയ്യ മോളെ, ഇത്തിരി കഴിയട്ടെ. അയ്യോ, എന്നാ പറ്റി? തലവേദനയാ. ആണോ? ഞാനേ പരിശോധിക്കട്ടെ. ഇവിടെ വേനയുണ്ടോ? ശ്വാസം എടുത്തേ, ഇങ്ങനെ വിട്ടേ. ആ വാ വിളിക്ക്. അയ്യോ, വല്യച്ചി കരയുവാന്നോ? അല്ല, ആണ് വല്യച്ചി കരയുമായിരുന്നു, ഞാൻ കണ്ടതാ. വല്യേട്ടൻ തല്ലിയതാണോ വല്യച്ചി കരയുന്നത്? അല്ല. പിന്നെ എന്തിനാ? അത് പിന്നെ കണ്ണില് പൊടി പോയതാ. ആണോ? ഞാൻ ഊത്തരാവേ. വല്യേച്ചിയുടെ സങ്കടം മാറാനേ ഞാൻ പാട്ട് പാടാവേ. അമ്പി പശുവിന് അത് വേണ്ട. പിന്നെ പാട്ട് പാട്ട് പടിങ്ങി പമ്മി നടക്കും കുഞ്ഞിക്കുഴി മടിയൻ, ആമച്ചേട്ടനും മുയലച്ചേട്ടനും ഞങ്ങളും കൂട്ടുകാർ. പാട്ട് പടിങ്ങി പമ്മി നടക്കും കുഞ്ഞിക്കുഴി മടിയൻ, ആമച്ചേട്ടനും മുയലൻ ചേട്ടനും ഞങ്ങളും കൂട്ടുകാർ. ഒരു നാളും ഇപ്പൊ ശ്വാസം പിടി ചത്തു തന്നെ. ഒരു നാളും രണ്ടുപേരും പന്തയം വെച്ചു, പന്തയം വെച്ചു. പാട്ട് പടിങ്ങി പമ്മി നടക്കും കുഞ്ഞിക്കുരുമടിയൻ, ആമച്ചേട്ടനും മുയലൻ ചേട്ടനും ഞങ്ങളും കൂട്ടുകാർ. പാട്ട് പടിങ്ങി പാട്ട് പടിങ്ങി പാട്ട് പടിങ്ങി. ആഹാ, ഇവിടെ സമാശ്വാസിപ്പിക്കൽ ചടങ്ങ് നടക്കുവാണോ? അമ്പടാ, കുട്ടിമണിയുടെ കയ്യിൽ പാവയൊക്കെ ഉണ്ടല്ലോ. ഇങ്ങനെ ഞാനേ വല്യച്ചിയുടെ സങ്കടം മാറ്റുമായിരുന്നു. അതിന് വല്യച്ചിക്ക് എന്താ സങ്കടം? അതേ കൊച്ചേച്ചി, പിന്നെ നമ്മുടെ വല്യേട്ടനില്ലേ വല്യേട്ടനെ വല്യച്ചി തല്ലി. അയ്യോ, അതെന്തിന്? അത് ചുമ്മാ. അയ്യോ, അത് വല്യേട്ടൻ വല്യച്ച തല്ലിയതല്ല. അല്ലേ? തല്ലിയതല്ലേ? അല്ലെന്നേ. പിന്നെ ഞാൻ കണ്ടതാണല്ലോ. കൊച്ചേച്ചിനാണോ പറയുക? അത് തല്ലിയതല്ലേ കുട്ടിമണി. പിന്നെ അതാണ് രസം. വല്യച്ചിയുടെ ദേഹത്തെ ഒരു വലിയ കൊതു വന്നിരുന്നേ, ഒരാന കൊതുക്. അതിനെ അടിച്ചു കൊന്നതല്ലേ വല്യേട്ടൻ. ആണോ? അല്ല പിന്നെ വല്യച്ചി എന്തിനാ കരഞ്ഞത്? അത് ചുമ്മാ നമ്മള് കളിപ്പിച്ചതല്ലേ. ആണോ? ചത്ത ശലഭം, ഒരു വെള്ള ശലഭം. ബാലേട്ടൻ ഒരു കൊതുകിനെ കൊന്നു രാവിലെ. ഈ കൊതുക് ചാവുന്നത് എന്തുകൊണ്ടാണെന്ന് സീതടത്തേക്ക് അറിയോ? രോഗങ്ങൾ പരത്തുന്നോണ്ടാണോ? അല്ല, അങ്ങനെയാണെങ്കിൽ ഇല്ലായ്മ ചെയ്യേണ്ട എന്തെല്ലാം നമ്മുടെ പരിസരത്തുണ്ട്. ഈ കൊതുകിനൊരു വൃത്തികെട്ട സ്വഭാവമുണ്ട് സീതടത്തി. മറ്റുള്ളവരുടെ സ്വകാര്യതയിലേക്ക് പറന്നു വരും. ഒരുതരം വൃത്തികെട്ട മൂളലോടെ നമ്മുടെ സ്വസ്ഥത കളയും, പിന്നെ കുത്തും. ഹോ, എന്തൊരു ഇറിറ്റേഷനാ. ഒടുക്കം എന്ത് സംഭവിക്കും? ഒറ്റയടി, കൊതുക് ക്ലോസ്.
എന്റെ സ്വകാര്യതകളിലേക്ക് എത്തി നോക്കരുതെന്നും കടന്നു വരരുതെന്നും പല തവണ സീതയെടുത്തിയോട് ഞാൻ പറഞ്ഞതാ. പക്ഷേ സീതയെടുത്ത് കേക്കില്ല. സീതയെടുത്ത് എന്നെ നന്നാക്കിയേ അടങ്ങൂ. എന്താ ചെയ്യ? ചെയ്യുന്നത് തെറ്റാണെന്നുള്ള ബോധ്യം അപ്പൊ നിന്റെ ഉള്ളിലുണ്ടല്ലേ? എന്താ തെറ്റ്, എന്താ ശരി? ദാറ്റ് ഡിപ്പെൻസ് ഓൺ സിറ്റുവേഷൻസ്. നേരത്തെ ഞാൻ പറഞ്ഞതാ, എന്റെ ശരികൾ സീതയെടുത്തിയുടെ കണ്ണിൽ തെറ്റുകളാവാം. അത് എന്റെ കുഴപ്പമല്ല, സീതയെടുത്തിയുടെ കണ്ണിന്റെ കാഴ്ചപ്പാടിന്റെ കുഴപ്പം. എന്റെ കണ്ണിനും കാഴ്ചപ്പാടിനൊന്നും ഒരു കുഴപ്പമില്ല. നല്ലതും ചീത്തയും തിരിച്ചറിയണമെങ്കിലേ, തെറ്റും ശരിയും വേർതിരിച്ച് കാണണമെങ്കിലേ മനസ്സിൽ നന്മ വേണം, ബന്ധങ്ങളുടെ വിലയറിയണം. എന്റെ സീതയെടുത്തി ഒത്തിരി പാവ, അതാ ഇങ്ങനെയൊക്കെ പറയുന്നത്. സീതയെടുത്തി, ഈ ബന്ധങ്ങളെന്ന് പറയുന്നത് പരസ്പര ആശ്രയത്വത്തിന്റെയും പരസ്പര ധാരണയുടെയും ഒരു പൊതു മിനിമം പരിപാടിയുടെ ഒക്കെ അടിസ്ഥാനത്തിൽ ഒന്നിച്ചു നിൽക്കുന്നതാ. പാലൂട്ടി വളർത്താത്ത അമ്മയെ മക്കൾക്ക് വേണോ? വിശപ്പ് മാറ്റാൻ വക കണ്ടെത്താത്ത അച്ഛനെ മക്കൾക്ക് വേണോ? കുടുംബം നോക്കാത്ത ഭർത്താവിനെ ഭാര്യയ്ക്ക് വേണോ? കാര്യപ്രാപ്തിയും സൗന്ദര്യവും ഇല്ലാത്ത ഭാര്യയെ ഭർത്താവിന് വേണോ? കാണിക്കയിടാൻ കാശില്ലാത്ത ഭക്തനെ ഭഗവാന് പോലും വേണ്ട. പിന്നെ എന്റെ സീതയെടുത്തി, ഞാൻ കാശുള്ള മാണിക്യമംഗലം വീട്ടിലെ പെണ്ണായതുകൊണ്ടല്ലേ രവേട്ടൻ ഇങ്ങനെ പൊന്നെ, പൂവേ, പൊടിയേ, മുത്ത എന്നൊക്കെ പറഞ്ഞ് എന്റെ താളത്തിനൊത്ത് തുള്ളാൻ നിൽക്കുന്നത്. അല്ലെങ്കിലോ പണമാണ് സീതയെടുത്തി ദൈവം, പണമാണ് സീതയെടുത്തി മതം, പണം മാത്രമാണ് സീതയെടുത്തി ബന്ധങ്ങൾ. പണത്തിനു മീതെ പരുന്തല്ല, ജംബോ ജെറ്റ് പോലും പറക്കത്തില്ല. മതികലയുടെ കയ്യിൽ പണമുണ്ട്, ആവശ്യത്തിലേറെ. അതുകൊണ്ട് തന്നെ വയലൂരും വീട്ടുകാര് എന്റെ മുമ്പിൽ പഞ്ചപുച്ഛം അടക്കി നിൽക്കും. എനിക്ക് ഉറപ്പാ. ആ കൂട്ടത്തിലേ നീ എന്നെ കൂട്ടണ്ട. സീതയെടുത്തിയെ പൂട്ടാൻ പറ്റിയ ഒന്നാന്തര ഒരു പൂട്ട് വേറെ എന്റെ കയ്യിലുണ്ടല്ലോ. രവിയേട്ടനെ ഇവിടെ നിർത്തി എന്റെ വഴിയിൽ തടസ്സമുണ്ടാക്കാന്ന് കരുതി നിങ്ങളല്ലേ? കാണണോ നിങ്ങൾക്ക് ഞാൻ രവിയേട്ടനെ നാട് കടത്തുന്നത്, ഈ രാജ്യത്തിന് പുറത്തേക്ക് വിടുന്നത്? അതുകൊണ്ട് തന്ത്രങ്ങളൊക്കെ നിർത്തിയേക്ക് സീതയെടുത്തി. ഇല്ലെങ്കിൽ നിങ്ങൾ കരയും, ചങ്കു പൊട്ടിക്കരയും. ഇന്ന് ബാലേട്ടൻ ഒരു ചെറിയ തല്ല് തന്നതല്ലേ ഉള്ളൂ, നാളെ അടിച്ചു പുറത്താക്കും. ആരെ അടിച്ച് പുറത്താക്കുന്ന കാര്യമാ കൊച്ചേ ഈ പറയുന്നത്? അത് പിന്നെ അപ്പുറത്തെ വീട്ടിലെ ആ കള്ളിപ്പൂച്ചയില്ലേ, അതിനെ. അത് എല്ലാത്തിലും വന്ന് തലയിടും അപ്പച്ചിയമ്മേ. തല്ലി പുറത്താക്കണ്ടേ? ആ, കള്ളത്തരം കാണിക്കുന്നതിനൊക്കെ തല്ലുകയല്ല, തല്ലി കൊല്ലുക വേണ്ടത്. അയ്യോ, അണ്ണനോ? അണ്ണനല്ല കൊച്ചേ, അണ്ണാൻ, അണ്ണാറക്കണ്ണൻ. എനിക്ക് അഞ്ഞൊന്ന് പിടിച്ചോ? പിന്നെ ഞാൻ ഈ വയസ്സുകാലത്ത് അണ്ണാനെ പിടിക്കാൻ മരത്തേ കയറാൻ പോവില്ലയോ? ആ, 1-2 മൂട് കപ്പയുണ്ടായിരുന്നു, അതങ്ങ് കൊത്തി പുഴുങ്ങാന്ന് വെച്ചു. അല്ലെങ്കിൽ ചുമ്മാ കിടന്ന് നശിച്ചു പോവും. ആ, അത് കൊള്ളാം. 2 കാന്താരിയും പൊട്ടിച്ചിത്തിരി ഉപ്പുനീര് ഒഴിച്ച് വെളിച്ചെണ്ണയും കൂടെ ഒഴിച്ചാൽ കുശാലായി. ആ ശാരദേ, നീ ഒരു കാര്യം ശ്രദ്ധിച്ചായിരുന്നു? എന്നതാ നാത്തൂനെ? എടി, നിന്റെ മരുമക്കളുടെ കാര്യോ? മരുമക്കളുടെ കാര്യോ? അവർക്ക് എന്നാ പറ്റി? ഓ, ഇങ്ങനെ ഒരു പൊട്ടി. സീതയ്ക്കും കലമോൾക്കും ഇടയിൽ എന്തോ ഒരു പ്രശ്നമുണ്ട്. പ്രശ്നോ? ആ, എന്തോ ഒരു കരട്. നീ ശ്രദ്ധിച്ചില്ലെങ്കിലും കുറച്ച് ദിവസമായിട്ട് ഞാൻ ശ്രദ്ധിക്കുന്നുണ്ട്. നേരാണോ നാത്തൂനെ ഇത്? നേര് തന്നെ. എന്തോ ഒരു പ്രശ്നം അവർക്കിടയിലുണ്ട്. കലമോളോട് നമ്മൾ കുറച്ച് സ്നേഹം കൂടുതൽ കാണിക്കുന്നത് സീതയ്ക്ക് ഇഷ്ടപ്പെട്ടിട്ടില്ലെന്നാ. ഹേയ്, സീത പാവ, അവക്ക് അങ്ങനെയൊന്നുമില്ല. ഇനി എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ തന്നെ അത് വേറെന്തെങ്കിലും കാരണം കൊണ്ടായിരിക്കാം. ആ, കാരണം എന്ത് കുന്തോ ആവട്ടെ, രണ്ടുപേർക്കിടയിലും അകൽച്ചയുണ്ടെന്നുള്ളത് ഉറപ്പാ. ഭാര്യമാർക്കിടയിലുള്ള അകൽച്ചയാ നിന്റെ ആമക്കൾക്കിടയിലും ഇപ്പൊ കാണുന്നു.
ഇങ്ങനെ പോയാൽ അവന്മാര് നാളെ പരസ്പരം തല്ലി പിടിക്കുന്നതും നിനക്ക് കാണേണ്ടി വരും. അയ്യോ നാത്തൂനെ. ഓ, നീ എന്നെ വിളിച്ചിട്ട് കാര്യമില്ല ശാരദ. നീ നിന്റെ മരുമക്കളെ രണ്ടുപേരെയും വിളിക്കും. എന്നിട്ട് എന്നതാ കാര്യമൊന്ന് തിരക്ക്. ഇത്തരം കിരികിരിപ്പും മുറുമുറുപ്പും ഒക്കെ മുളയിലേ നുള്ളണം ശാരദ. ഇല്ലെങ്കിൽ കച്ചിത്തുരുമ്പി തീപ്പൊരി വീണതുപോലെ കുടുംബം ഇങ്ങനെ പുകഞ്ഞോണ്ടേയിരിക്കും. ഒരു ദിവസം എല്ലാം കൂടെ കത്തിച്ചാരാവുകയും ചെയ്യും. അയ്യോ, രണ്ടുപേരും ഒന്ന് വിളിച്ച് സംസാരിക്കാം. പിന്നെ അല്ലാതെ. നോനോ, ഞാൻ കുട്ടിയാ. എന്തായാലും നമുക്കിടയിലെ പ്രായ വ്യത്യാസം നന്നായി. ഞാൻ കുട്ടിയല്ലേ, എനിക്ക് എന്തു ആവാലോ, അല്ലേ സീതെടുത്തി? അപ്പച്ചിയമ്മ എന്നതായി പറയുന്നേ? ഞാനും സീതയെടുത്തിയും തമ്മിൽ എന്ത് പ്രശ്നമുണ്ടെന്നാ? അല്ല, പ്രശ്നമുണ്ടെന്നല്ല, എന്തെങ്കിലും ചെറിയ സൗന്ദര്യപ്പണക്കങ്ങള്. കാര്യം ഞങ്ങൾ രണ്ടുപേരും സുന്ദരിമാരാ. പക്ഷേ ഞങ്ങൾക്കിടയിൽ സൗന്ദര്യ പിണക്കമൊന്നുമില്ല. ഉണ്ടോ സീതയെടുത്തി? ഏയ്, അല്ല, അമ്മയ്ക്ക് എന്താ ഇപ്പൊ അങ്ങനെ ഒരു സംശയം തോന്നാൻ കാരണം? അയ്യോ, സംശയം തോന്നിയത് ശാരദയ്ക്കല്ല, എനിക്കാ. പിന്നെ നിങ്ങളുടെ രണ്ടുപേരുടെയും ചില നേരത്തെ ഭാവവും നോട്ടവും കുനുകുനാന്നുള്ള വർത്തമാനവും ഒക്കെ കണ്ടപ്പം എനിക്ക് തോന്നിയതാ എന്തോ വലിയ കുഴപ്പമുണ്ടെന്ന്. നാളെ അത് ആൺകൊച്ചുങ്ങളിലേക്കും പകരരുതല്ലോ. അതാ ശാരദയോട് സംസാരിക്കാൻ പറഞ്ഞത്. എന്റെ അപ്പച്ചിയമ്മേ, അതൊക്കെ ഞങ്ങളുടെ തമാശയല്ലയോ? നിങ്ങൾക്കറിയാത്ത എന്തെല്ലാം രഹസ്യങ്ങൾ ഞങ്ങൾക്കിടയിലുണ്ട്, ഇല്ലേ സീതയെടുത്തി? അതെ അതെ, കണ്ടില്ലേ, ഞാൻ പറയുന്നത് പോലെ ഉള്ളൂ എന്റെ സീതയെടുത്തിക്ക്, അല്ലേ സീതയെടുത്തി? ഇതേ സ്നേഹത്തിൽ വേണം നിങ്ങൾ രണ്ടുപേരും മുന്നോട്ട് പോവാൻ. നാളെ ബാലനും രവിക്കും ഇടയിൽ ഒരു പ്രശ്നം ഉണ്ടായാൽ പോലും അത് പറഞ്ഞു തീർക്കേണ്ടത് നിങ്ങളാ. എന്റെ അമ്മേ, അമ്മ ഇങ്ങനെ ടെൻഷൻ ആവാനുള്ള കാര്യമൊന്നും ഇവിടെ ഇല്ല. ഞാൻ പറഞ്ഞെന്നേ ഉള്ളൂ. ആ പിന്നെ സീതമോള് വേണം കുറച്ചുകൂടി പക്വത കാണിക്കാൻ. മതികല കൊച്ചല്ലേ, മോളെക്കാട്ടിൽ എത്ര വയസ്സിനുള്ളേതാ. അപ്പൊ കലമോളുടെ ഭാഗത്തുനിന്ന് എന്തെങ്കിലും ഒരു കുറുമ്പ് വന്നാ സീതമോളത് മനസ്സിലെടുക്കണ്ട. കലമോളോട് പറഞ്ഞ് മനസ്സിലാക്കി കൊടുത്താ മതി. അങ്ങനെ ചെയ്തോളാം അമ്മ. എന്റെ മക്കൾ അങ്ങനെ തന്നെ ആവണം. ഇതിലാർക്കും നൊന്താലും നിറയുന്നത് അമ്മയുടെ കണ്ണുകളാ. അതുകൊണ്ട് പറഞ്ഞതാ. എന്റെ പൊന്നു സീതയെടുത്തിയാണേ. എപ്പോഴാ മനസ്സിന്റെ ഭാരം ഒന്ന് ഒഴിഞ്ഞത്? നോനോ, ഞാൻ കുട്ടിയാ. എന്തായാലും നമുക്കിടയിലെ പ്രായ വ്യത്യാസം നന്നായി. ഞാൻ കുട്ടിയല്ലേ, എനിക്ക് എന്തു ആവാലോ, അല്ലേ സീതയെടുത്തി?